ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോബാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ എവിടെ പഠിക്കണം എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കഴിഞ്ഞ IEO പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ് വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 4499 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, കേരള PSCയുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മേജർ ഇൻഗ്രീഡിയൻസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആർ. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സിമെൻറ്റ് എന്നുള്ളത്. ഈ സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലൈം. 62 to 63% വരെയാണ് ലൈമിൻ്റെ കണ്ടൻറ്റ് സിമെൻറ്റിനുള്ളിൽ വരുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് സിലിക്ക. സിലിക്കയുടെ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് 22% അടുത്ത് വരും. അലൂമിന 6%, അയൺ ഓക്സൈഡ് 3%, മഗ്നീഷ്യ 2%, ജിപ്സം എന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമെൻറ്റിൻ്റെ സെറ്റിങ്ങിനെ ഡിലേ ചെയ്യുന്നു എന്നതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതുമാണ്. സിമെൻറ്റ് പെട്ടെന്ന് ഹാർഡനായി പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത് 3 to 4% വരെയാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ആൽക്കലീസിൻ്റെ പ്രസൻസും ഉണ്ടാകാറുള്ളൂ, അറൗണ്ട് 0.5%. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടൻറ്റ് എത്ര വരും എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും പ്രോപ്പർട്ടി എന്താണ്, അതായത് അത് സിമെൻറ്റിന് ഏത് ബിഹേവിയറാണ് അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതും പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മേജർ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് എന്നതാണ്. അപ്പോൾ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഇസ് ലൈം ആൻഡ് സിലിക്ക. ലൈമും സിലിക്കയാണ് നമ്മൾ കോമ്പോസിഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ലൈമാണ്, അത് കഴിഞ്ഞ് വരുന്നത് സിലിക്കയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A. അടുത്തത്, ദ മിനിമം ലാപ്പ് ലെങ്ത് പ്രൊവൈഡഡ് ഇൻ ബ്രിക്ക് മേസൺറി. ഓക്കെ, ബ്രിക്ക് മേസൺറിയിൽ നമ്മൾ ബ്രിക്സിനെ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ നേരം വേർട്ടിക്കൽ ജോയിൻസ് എല്ലാം ഒരേ ലൈനിൽ വരാത്ത രീതിയിൽ നമ്മൾ അടുത്ത അല്ലെങ്കിൽ ഒരു ലെയറിന് തൊട്ട് മുകളിൽ അടുത്ത ലെയർ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം ഒരു ഓവർലാപ്പ് പ്രൊവൈഡ് ചെയ്യും. ഈ ഓവർലാപ്പിൻ്റെ ലെങ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ലാപ്പിൻ്റെ ലെങ്ത് എത്ര എന്നുള്ളത് കാണാം. അപ്പോൾ ഈ താഴത്തെ ഈ ഒരു നടുക്ക് വരുന്ന ഈ ഒരു ലെയറിൻ്റെ വെർട്ടിക്കൽ ജോയിൻറ്റ് വരുന്നത് ഇവിടെ, തൊട്ട് മുകളിൽ വരുന്ന കോഴ്സിൻ്റെ വെർട്ടിക്കൽ ജോയിൻറ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഓവർലാപ്പിംഗ് ലെങ്ത്തിനെയാണ് നമ്മൾ ലാപ്പ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലാപ്പ് ലെങ്ത് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ, അതായത് ഒരേ ലൈനിൽ തന്നെ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് എല്ലാം വരുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മേസൺറിക്ക് സ്ട്രെങ്ത് ഒട്ടും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ലാപ്പ് ലെങ്ത് എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഇസ് 1/4 ഓഫ് ദ ബ്രിക്ക് ലെങ്ത്. ആ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ ലെങ്ത്തിൻ്റെ 1/4 എങ്കിലും നമ്മൾ ലാപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യണം. It is a horizontal distance between two adjacent vertical joints in the successive course. Minimum lap length is 1/4 of the brick length. അടുത്തത്, what is the maximum compressive strength of third class bricks? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ബ്രിക്സ് നമുക്ക് ബ്രിക്സിനെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, തേർഡ് ക്ലാസ് ബ്രിക്സ് ഉണ്ട്, പിന്നെ ഓവർ ബേൺഡ് ബ്രിക്സും ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 ക്ലാസ് ബ്രിക്സിൻ്റെയും വാട്ടർ അബ്സോർപ്ഷൻ്റെ പെർസെൻറ്റേജും അതേപോലെ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് എത്ര വരെ വരാം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതുമാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം 10.5 Nm² എങ്കിലും ഉണ്ടാകണം. അപ്പോൾ ഇവിടെ വാട്ടർ അബ്സോർപ്ഷൻ എത്ര വരെ ആകാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 20%.
ഇനി സെക്കൻഡ് ക്ലാസ് ബ്രിക്സിൻ്റെ കേസിലാണെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം 7 Nm/mm² എങ്കിലും വേണം. ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് ബി ലെസ് ദാൻ 22%. തേർഡ് ക്ലാസ് ബ്രിക്സിൻ്റെ കേസിൽ കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം 3.5 Nm/mm² എങ്കിലും വേണം. ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് ബി ലെസ് ദാൻ 25%. അപ്പോൾ ജനറൽ ആയിട്ട് ബ്രിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്ര വേണം എന്ന് ചോദിക്കുവാണെങ്കിൽ, അതായത് ക്ലാസ് സ്പെസിഫൈ ചെയ്യുന്നില്ല, ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ തേർഡ് ക്ലാസ്സോ എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല, ജനറലായിട്ട് തന്നെ ചോദിക്കുവാണ് ബ്രിക്സിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്ര വേണം എന്ന് ചോദിക്കുവാണെങ്കിലും നമ്മൾ ഈ തേർഡ് ക്ലാസിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് പറയുന്നത്, 3.5 Nm/mm². അപ്പോൾ ഇത് 3.5 എന്നുള്ളത് Nm/mm² യൂണിറ്റിൽ വരുന്നതുകൊണ്ടാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് kg/cm². അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 3.5 എന്നുള്ളത് 35 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ സി ആണ്, 34 kg/cm². അടുത്തത് ദ നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് ഇസ്. ബ്രിക്കിൻ്റെ സൈസ് സ്റ്റാൻഡേർഡ് സൈസും ഉണ്ട്, നോമിനൽ സൈസും ഉണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രിക്കിൻ്റെ ലെങ്ത് 19/9/9 സെൻറ്റിമീറ്റേഴ്സ്, അതായത് ലെങ്ത് 19 വരും, വിഡ്ത്തും ഹൈറ്റും 9 സെൻറ്റിമീറ്റേഴ്സും വരും. ഇതാണ് സ്റ്റാൻഡേർഡ് ഓർ മോഡുലാർ സൈസ്. ഇനി നോമിനൽ സൈസും ചോദിക്കുമ്പോൾ ഈ ബ്രിക്സ് വെച്ച് നമ്മൾ ബ്രിക്ക് മേസണറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബ്രിക്സിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ മോട്ടാറിൻ്റെ ഒരു തിക്നെസ് കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ മോട്ടാർ തിക്നെസ് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്ററിലൂടെ നമ്മൾ രണ്ട് സൈഡിൽ അതിൻ്റെ പകുതി കൂട്ടുമ്പോൾ അങ്ങനെ ടോട്ടൽ ലെങ്ത് നമ്മൾ 19ൻ്റെ കൂടെ രണ്ട് സൈഡിലും 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എടുത്ത് അങ്ങനെ ടോട്ടൽ ഒരു 1 സെൻറ്റിമീറ്ററോടെ നമ്മൾ കൂട്ടി വരുമ്പോൾ വരുന്ന ലെങ്ത്താണ് ഈ നോമിനൽ സൈസ്. ഇപ്പോൾ 19/9/9 എന്നുള്ളത് നോമിനൽ സൈസ്, അതായത് നമ്മൾ മോട്ടാർ തിക്നെസ്സോടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 20/10/10 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ എങ്ങനെ 1 സെൻറ്റിമീറ്റർ വന്നത് മോട്ടാർ തിക്നെസ്സോടെ കൂട്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് പേരുകൾ ഓർത്തോണം, സ്റ്റാൻഡേർഡ് ഓർ മോഡുലാർ സൈസ് എന്ന് പറയുന്നത് 19/9/9 സെൻറ്റിമീറ്റേഴ്സും നോമിനൽ സൈസ് എന്ന് പറയുമ്പോൾ 20/10/10 സെൻറ്റിമീറ്റേഴ്സും. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. The brick or stone used in corner masonry of a wall is called. ഓക്കെ, ബ്രിക്ക് മേസണറി കൺസ്ട്രക്ട് ചെയ്യുന്ന നേരം കോർണറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിക്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ബ്രിക്ക് മേസണറിയിൽ ഇവിടെ വെച്ച് ഈ വാൾ 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ കോർണറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിക്സിനെ നമ്മളൊരു പർട്ടിക്കുലർ ടേം യൂസ് ചെയ്താണ് വിളിക്കുന്നത്, ക്യൂൻ ബ്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ക്യൂൻ ക്ലോസർ എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ക്ലോസർ എന്ന് പറയുന്നത് ഇതേപോലെ ഗ്യാപ്സ് വരുമ്പോൾ അതിനെ ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എൻഡിൽ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലെവലിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കോർണറിൽ വരുന്ന ക്ലോസർ ക്യൂൻ ക്ലോസറാണ്. ക്യൂൻ ക്ലോസർ അല്ലെങ്കിൽ ക്യൂൻ ഹെഡർ എന്നൊക്കെ വിളിക്കാം. ഇറ്റ് ഈസ് എ ബ്രിക്ക് ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റോൺ ഓർ ബ്രിക്ക് used at corner of two walls. This brick will look as a header from one side and stretcher from the other side. Header എന്ന് ഉദ്ദേശിക്കുന്നത് ആ 9/9 സൈസിൽ ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ കാണുന്ന പോർഷനെയാണ് ഹെഡർ എന്ന് വിളിക്കുന്നത്. സ്ട്രെച്ചർ എന്ന് വിളിക്കുന്നത് ഈ ലെങ്ത് കൂടിയ സൈഡിനെയാണ്, അതായത് 19 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത് നമ്മൾ കാണുന്ന ആ സൈഡിനെയാണ് നമ്മൾ സ്ട്രെച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്വീൻ ക്ലോസർ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഹെഡറായിട്ടും കാണും, അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രെച്ചറായിട്ടായിരിക്കും കാണുന്നത്. A bond of bricks which consist of alternate stretchers and headers in the same courses. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പല ടൈപ്പ് ബ്രിക്ക് മേസണറി ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ബ്രിക്സ് അറേഞ്ച് ചെയ്യുന്നത് എന്നത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ബോണ്ട്സ് ആണ് സ്ട്രെച്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്. അപ്പോൾ സ്ട്രെച്ചർ ബോണ്ടാണ് ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ നമ്മൾ ഭിത്തിയുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ലെങ്ത് കൂടിയ സൈഡായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെയാണ് സ്ട്രെച്ചർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. എല്ലാ ബ്രിക്സും സ്ട്രെച്ചർ ഫേസിലായിരിക്കും ഇടുന്നത്. അടുത്തത് ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ആ ലെങ്ത് കുറഞ്ഞ സൈഡ്, അതായത് 9/9 സൈസുള്ള സൈഡായിരിക്കും നമ്മൾ പുറമേ കാണുന്നത്. ലെങ്ത് കൂടിയുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ, 19 സെൻറ്റിമീറ്റർ വോളിൻ്റെ തിക്നെസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. പുറമേ നമുക്ക് 9/9 സൈഡ് മാത്രമേ കാണത്തുള്ളൂ. അതാണ് ഹെഡർ ബോണ്ട്. പിന്നുള്ളതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സ്ട്രെച്ചർ കോഴ്സ് കൊടുക്കുന്നു, അതിന് താഴെ ഒരു ഹെഡർ കോഴ്സ് കൊടുക്കും, വീണ്ടും സ്ട്രെച്ചർ കോഴ്സ്. അങ്ങനെ സ്ട്രെച്ചർ കോഴ്സും ഹെഡർ കോഴ്സും ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്, ബോണ്ടുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. അടുത്തതാണ് ഫ്ലെമിഷ് ബോണ്ട്.
ഫ്ലെമിഷ് ബോണ്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രെച്ചർ ബ്രിക്ക് കാണാം, അത് കഴിഞ്ഞൊരു ഹെഡർ കൊടുക്കും, വീണ്ടും ഒരു സ്ട്രെച്ചർ കൊടുക്കും. അതായത് ഒരേ റോയിൽ തന്നെ ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രെച്ചറും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ഫ്ലെമിഷ് ബോണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. The question was the bond of bricks which consist of alternate stretchers and headers in the same course. അപ്പോൾ സെയിം കോഴ്സിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രെച്ചറും വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്ലെമിഷ് ബോണ്ട്. ഇനി ഓൾട്ടർനേറ്റ് കോഴ്സ് ആയിട്ട് ഹെഡർ കോഴ്സും പിന്നെ സ്ട്രെച്ചർ കോഴ്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇംഗ്ലീഷ് ബോണ്ടായിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ. The breaking of cohesion in a mass of concrete is called workability, bleeding, segregation, creep. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതായത് കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടർ, സിമെൻറ്റ് പേസ്റ്റ്, ഇവയെല്ലാം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം പലതായിട്ട് സെപ്പറേറ്റ് ഔട്ടായി പോവുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് വിളിക്കുന്നത്. വെയിറ്റ് കാരണം കോഴ്സ് അഗ്രിഗേറ്റ് ചിലപ്പോൾ താഴേക്ക് സെറ്റിലാവും, സിമെൻറ്റും വാട്ടർ പേസ്റ്റും ഒക്കെ മുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഹാർഡ് ആൻഡ് കോൺക്രീറ്റിൻ്റെ സെഗ്രിഗേഷൻ നടന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് കോൺക്രീറ്റ് ഇതേപോലെ മിക്സ് ചെയ്ത് നമ്മൾ പോറ് ചെയ്തതിന് ശേഷം ഷട്ടറിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഷട്ടേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഇതേപോലെ കോഴ്സ് അഗ്രിഗേറ്റ് എല്ലാം സെപ്പറേറ്റ് ഔട്ടായി കിടക്കുന്നു. ഇടയ്ക്ക് ഉണ്ടാകേണ്ട ഫൈൻ അഗ്രിഗേറ്റോ അല്ലെങ്കിൽ സിമെൻറ്റ് വാട്ടർ പേസ്റ്റോ ഒക്കെ മിസ്സിംഗ് ആണ്. ഇതെല്ലാം വേറൊരു പൊസിഷനിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഔട്ടായിപ്പോയി, ഹാർഡായിപ്പോയി, സെറ്റായിപ്പോയി. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് സെഗ്രിഗേഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ് കൊഹഷൻ in a mass of concrete. It results in honeycombing, decrease in density and ultimately loss of strength of hardened concrete. അടുത്ത question. A triangle part of brick is cut from a brick. Then the remaining portion of the brick is called as. Okay. നമ്മൾ ബ്രിക്സിനെ മൊത്തത്തിൽ ഉപയോഗിക്കാതെ അതിൻ്റെ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ബ്രിക്ക് മേസണറിയിൽ ലേ ചെയ്ത് വരുമ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ട് വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒരേ ലെവലിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ കോർണേഴ്സിലെത്തുമ്പോൾ കോർണേഴ്സിൽ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഫുൾ ലെങ്ത് വേണ്ടി വരാറില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ബ്രിക്കിൻ്റെ പീസസ് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ കട്ട് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ബ്രിക്ക്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പല ടൈപ്പുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, നമ്മൾ ബ്രിക്കിൻ്റെ ഒരു കോർണറിൽ നിന്ന് ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ അതിനെ കിങ് ക്ലോസർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. ഒരു ബ്രിക്കിൻ്റെ കോർണറിൽ നിന്ന് ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിനെ നമ്മൾ കിങ് ക്ലോസർ എന്ന് വിളിക്കുന്നു. അടുത്തത്, ലെങ്ത്തിൽ നമ്മൾ ലെങ്ത്ത് 19 സെൻറ്റിമീറ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വിട്ട് പകുതിയാക്കി നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ക്വീൻ ക്ലോസർ എന്ന് വിളിക്കും. അടുത്തത് ബിവെൽഡ് ക്ലോസർ. ഒരു എൻഡിലെ ഹാഫ് വിട്ടും മറ്റേ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ലെങ്ത്തിലും നമ്മളിങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ബിവെൽഡ് ക്ലോസർ എന്ന് വിളിക്കാം. ഇനി മിഡ്രെഡ് ക്ലോസർ എന്ന് വിളിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ആ കോർണറിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു, അതാണ് മിഡ്രെഡ് ക്ലോസർ. ഇനി ലെങ്ത്തിൽ നമ്മൾ അതിനെ പകുതിയായിട്ട് മുറിക്കുവാണെങ്കിൽ അതിനെ ഹാഫ് ബാറ്റ് എന്ന് വിളിക്കും. 3/4 ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അതിനെ 3/4 ബാറ്റ് എന്നും വിളിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, കിങ് ക്ലോസർ. According to IS 800-2007, dash is the modulus of elasticity of structural steel used in design irrespective of its grade. ഓക്കെ, സ്റ്റീൽ എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് IS 800 തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് മാസ് ഓഫ് സ്റ്റീൽ, അതായത് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേഷൻസിനായിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂസ് 7850 kg/m3. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് 2 × 10⁵ N/m². ഇത് MPAയിലാണ്. GPAയിലേക്ക് വരുമ്പോൾ നമുക്ക് 200 GPA, ജിഗാ പാസ്കൽ. പോയ്സൺസ് റേഷ്യോ വരുന്നത് 0.3 ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി വരുന്നത് 0.769 × 10⁵ MPa. കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വരുന്നത് 12 × 10⁻⁶/°C. അപ്പോൾ ഈ ഇത്രയും ഡീറ്റെയിൽസിൽ സ്റ്റീലിൻ്റെ ഡെൻസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പോയ്സൺസ് റേഷ്യോ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഏതോ ഒരു പ്രാവശ്യം മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കറക്റ്റ് ആൻസർ വരാൻ പോകുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും 200 GPA.
ബാക്കി ജിഗാ പാസ്കൽ നമ്മൾ കൺവേർട്ട് ചെയ്താലും മെഗാ പാസ്കൽ ഒരെണ്ണം തന്നിട്ടുണ്ട്, ഇതിൽ കൺവേർട്ട് ചെയ്താലും കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടത്തില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. വാട്ട് ഇസ് ദ സൈസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്? അഗ്രിഗേറ്റ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ടൈപ്പ് അഗ്രിഗേറ്റ് ഉണ്ട്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ്. വലിപ്പമുള്ള സൈസുള്ള അഗ്രിഗേറ്റ്സ് ആണ് കോഴ്സ് അഗ്രിഗേറ്റ്. ഇപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സൈസ് റേഞ്ച് ഇതിനുള്ളിൽ വരും, ആ ഒരു ലിമിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ഫ്രം 4.75 mm to 80 mm. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാവൽ, ബ്രോക്കൺ ബ്രിക്സ്, എല്ലാം കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ഉള്ള അഗ്രിഗേറ്റ്സ് ആണ്, അതായത് മണൽ പോലെ, മണ്ണ്, സാൻഡ്, അതേപോലെ മണൽ, എം സാൻഡ്, ഇതെല്ലാം ഫൈൻ അഗ്രിഗേറ്റ്സിൽ വരുന്നതാണ്. ഇതിൻ്റെ സൈസ് റേഞ്ച് വരുന്നത് 150 micron to 4.75 mm ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സൈസ് റേഞ്ച് ആണ്. ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 150 micron ആൻഡ് 4.75 mm. അപ്പോൾ തന്നിരിക്കുന്നതിൽ ആപ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലെസ് ദാൻ 4.75 mm. Workability of concrete can be improved by more sand, more cement, more fine aggregate, fineness of coarse aggregate. അപ്പോൾ എന്താണ് വർക്കബിലിറ്റി? നമുക്ക് കോൺക്രീറ്റിനെ എത്ര ഈസിനെസ്സോട് കൂടി മിക്സ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും പറ്റുന്നു, അതിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ഉള്ളത് ഒരുപാട് നമ്മൾ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒരുപാട് കുറയ്ക്കുവാണെങ്കിൽ ഒരുപാട് സ്റ്റിഫായിട്ടുള്ള മിക്സായി മാറും. അപ്പോൾ അതിനെ നമുക്ക് മിക്സ് ചെയ്യാനായാലും പ്ലേസ് ചെയ്യാനായാലും കോമ്പാക്ഷൻ കൊടുക്കാനായാലും ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. എന്നാൽ ഒരുപാട് വെള്ളം ഒഴിക്കുവാണെങ്കിലോ വളരെ ലൂസായിട്ടുള്ള മിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല എളുപ്പത്തിൽ ഇത് മിക്സ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ വർക്കബിലിറ്റി കൂടും തോറും, അതായത് വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ഒരുപാട് ആഡ് ചെയ്താൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. As water content, factors affecting workability. As water content, size of aggregate increases, workability increases. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ, വാട്ടർ കണ്ടൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സിമെൻറ്റിനുള്ളിലേക്ക് നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു. വെള്ളം കൂടുന്തോറും സിമെൻറ്റ് കുറച്ചുകൂടെ ലൂസായി വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് മിക്സ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ വർക്കബിലിറ്റി ഇൻക്രീസ് ആവും. സൈസ് ഓഫ് അഗ്രിഗേറ്റ് കൂടുമ്പോൾ, നമ്മൾ ചെറിയ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കോഴ്സ് അഗ്രിഗേറ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കമ്പാരിറ്റീവ്ലി കുറവാണ് കമ്പയർ ടു ഇറ്റ്സ് വോളിയം. അപ്പോൾ കുറച്ച് സിമെൻറ്റ് പേസ്റ്റേ വേണ്ടി വരത്തുള്ളൂ അതിനെ മൊത്തത്തിൽ കവർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വർക്കബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. റൗണ്ട് ഷേപ്പ് അഗ്രിഗേറ്റ്സ് ഹാവ് മോർ വർക്കബിലിറ്റി. ഇപ്പോൾ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്, റൗണ്ട് ഷേപ്പ് അഗ്രിഗേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ തെന്നി കിടക്കും. പെട്ടെന്ന് അത് ഉരുണ്ട് മിക്സ് ചെയ്യുമ്പോഴൊക്കെ തെന്നി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വർക്കബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആംഗുലാർ, ഫ്ലേക്കി, ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് വർക്കബിലിറ്റി വിൽ റെഡ്യൂസ്. ആംഗുലാർ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ നല്ല ഷാർപ്പ് കോർണേഴ്സ് ഒക്കെയുള്ള അഗ്രിഗേറ്റ്സ് ആണ്. ഫ്ലേക്കി അഗ്രിഗേറ്റ്, ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ, ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ നീളം കൂടിയ അഗ്രിഗേറ്റ്സ് ആണ്. ഫ്ലേക്കി എന്ന് വെച്ചാൽ തിക്നെസ് കുറഞ്ഞ ഫ്ലേക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ ഈ ചിപ്സിൻ്റെ ഒക്കെ കൂട്ട് തിന്നായിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആണ് ഫ്ലേക്കി അഗ്രിഗേറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ അഗ്രിഗേറ്റ്സ് ആണെങ്കിലും വർക്കബിലിറ്റി കുറയുമാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുതലാകുമ്പോൾ അതിനെ മൊത്തത്തിൽ കവർ ചെയ്യാൻ കൂടുതൽ സിമെൻറ്റ് പേസ്റ്റ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വർക്കബിലിറ്റി റെഡ്യൂസ് ആകും. അഗ്രിഗേറ്റ് ബൈ സിമെൻറ്റ് റേഷ്യോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വർക്കബിലിറ്റി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അഗ്രിഗേറ്റ് ബൈ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അഗ്രിഗേറ്റ്സ് ആഡ് ചെയ്യുന്നു അതിന് എത്രത്തോളം സിമെൻറ്റ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡിനോമിനേറ്ററിലെ സിമെൻറ്റ് കൂടുന്തോറും വർക്കബിലിറ്റി കൂടുന്നു. ദ റേഷ്യോ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വർക്കബിലിറ്റി എന്നല്ലേ. അപ്പോൾ സിമെൻറ്റ് കൂടുന്തോറും, സിമെൻറ്റ് നമ്മൾ എത്രത്തോളം കൂടുതൽ ആഡ് ചെയ്യുന്നു അത്രയും വർക്കബിലിറ്റി ഇൻക്രീസ് ആവും. ഇനി സിമെൻറ്റ് കുറയ്ക്കുവാണെങ്കിൽ വർക്കബിലിറ്റി റെഡ്യൂസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതിൽ ഏറ്റവും ആപ്റ്റ് ഓപ്ഷൻ വരാൻ പോകുന്നത് വർക്കബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ മോർ സിമെൻറ്റ് എന്നതാണ്. ഇപ്പോൾ മോർ സാൻഡ് ആയാലും മോർ ഫൈൻ അഗ്രിഗേറ്റ് ഒക്കെ ആണെങ്കിലും ഫൈൻ അഗ്രിഗേറ്റ് അതായത് അഗ്രിഗേറ്റിൻ്റെ സൈസ് കുറയും തോറും വർക്കബിലിറ്റി അതിനെ ചുറ്റും കവർ ചെയ്യാൻ വേണ്ടി വരുന്ന സിമെൻറ്റ് പേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർക്കബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, മോർ സിമെൻറ്റ്. If compaction factor of concrete is 0.90, then workability is.
ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വർക്കബിലിറ്റിയുടെ പല ടെസ്റ്റുകളും നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരു ടെസ്റ്റാണ് ഈ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റിൻ്റെ വാല്യൂസിൻ്റെ റേഞ്ച് അറിഞ്ഞിരിക്കണം. ആ റേഞ്ചിനുള്ളിൽ ഓരോ പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലെ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്കബിലിറ്റിയുടെ ഡെഫിനിഷൻ, അത് എന്ത് ലോ വർക്കബിലിറ്റി ആണോ, ഹൈ വർക്കബിലിറ്റി ആണോ, മീഡിയം വർക്കബിലിറ്റി ആണോ എന്നതും അറിഞ്ഞിരിക്കണം. If the compaction factor value is between 0.7 to 0.8, അതിനെ വെരി ലോ വർക്കബിലിറ്റി എന്ന് വിളിക്കുന്നത്. 0.8 to 0.85 ആണെങ്കിൽ ലോ വർക്കബിലിറ്റി, 0.85 to 0.95 ആണെങ്കിൽ മീഡിയം വർക്കബിലിറ്റി, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0.95 നമ്മൾ അതിനെ ഹൈലി വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത് വർക്കബിലിറ്റി അല്ലെങ്കിൽ കോമ്പാക്ഷൻ ഫാക്ടർ 0.9 എന്നാണ്. അപ്പോൾ ഇറ്റ് കംസ് in the range of 0.85 to 0.95. So the answer will be medium workability. Option C. Which method is the most common and cheaper for water curing? Okay. വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള ക്യൂറിങ് മെത്തേഡ്സ് ആണ് ഇതിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്യൂറിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം അത് സെറ്റ് ആവാൻ, ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് അതിനെ ലീവ് ചെയ്യും. ലീവ് ചെയ്യാൻ നേരം അതിൻ്റെ സർഫസിൽ നിന്നും സിമെൻറ്റിനുള്ളിൽ അല്ലെങ്കിൽ കോൺക്രീറ്റിനുള്ളിലെ വെള്ളം ഇവോപ്പറേഷൻ ലോസ് വഴി അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാരണമൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫസ് എപ്പോഴും വെറ്റായിട്ട് സൂക്ഷിക്കും. അതിനെയാണ് നമ്മൾ വാട്ടർ ക്യൂറിങ് എന്ന് വിളിക്കുന്നത്. വാട്ടർ ക്യൂറിങ്ങിന് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ ഒരു ടാങ്കിനുള്ളിൽ നമുക്ക് ഇപ്പോൾ ക്യൂബ്സിനെയാണ് ക്യൂർ ചെയ്യണമെങ്കിൽ ടാങ്കിനുള്ളിൽ ക്യൂബ്സ് വെള്ളത്തിനടിയിൽ മുക്കിയിടാം. അല്ലെങ്കിൽ പോണ്ടിങ് മെത്തേഡുണ്ട്. പോണ്ടിങ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ സ്ലാബുകളൊക്കെ കാസ്റ്റ് ചെയ്യാൻ നേരം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഗണ്ണി ബാഗ്സ് ഒക്കെ യൂസ് ചെയ്ത് ബൗണ്ടറി പോലെ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ, അല്ലെങ്കിൽ ഗണ്ണി ബാഗ്സ് അല്ലെങ്കിൽ മഡ് യൂസ് ചെയ്ത് ബൗണ്ടറി പോലെ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ വെള്ളം കെട്ടി നിർത്തും. ഇതിനെയാണ് പോണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതേപോലെ ടാങ്കിനുള്ളിൽ ക്യൂബ്സ് ഒക്കെ ആണെങ്കിൽ, ചെറിയ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ടാങ്കിനുള്ളിൽ നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് മുക്കിയിടാം. പിന്നുള്ളത് സ്പ്രേയിങ് അല്ലെങ്കിൽ ഫോഗിങ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ചെറിയ മിസ്റ്റ് പോലെ നമുക്ക് വളരെ ഫൈനായിട്ടുള്ള സ്പ്രേ ആയിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും ഈ സർഫസിനെ ഡ്രൈ ആകാതെ ആവശ്യത്തിന് മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ കോളംസ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ നനഞ്ഞ ചാക്കൊക്കെ വെച്ച് നമുക്ക് ചുറ്റി വെക്കാം. അപ്പോൾ ഈ ചാക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈം ഇൻ്റർവെൽസിൽ നമുക്ക് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് സർഫസ് ഇവോപ്പറേഷൻ വഴിയൊന്നും വാട്ടർ ലോസ് കോൺക്രീറ്റിന് സംഭവിക്കാതെ ഇത് നോക്കിക്കോളും. അപ്പോൾ ഇതാണ് പല മെത്തേഡ്സ് ഓഫ് ക്യൂറിങ്. വാട്ടർ ക്യൂറിങ് കൂടാതെ സ്റ്റീം ക്യൂറിങ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഏറ്റവും കോമണും ഏറ്റവും ചീപ്പസ്റ്റും ആയിട്ടുള്ള വാട്ടർ ക്യൂറിങ് മെത്തേഡ് ഏതാണ് എന്നതാണ്. ഇറ്റ് ഈസ് പോണ്ടിങ്. പോണ്ടിങ് മെത്തേഡാണ് ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും ചീപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്യൂറിങ് മെത്തേഡ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.